അസ്സലാമു അലൈക്കും. സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ചക്ക വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചക്കയുടെ സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ വരട്ടി വെക്കാൻ പറ്റിയൊരു സമയമാണിത്. ഞാനിതാ ഇവിടെ ഒരു ചക്ക ക്ലീൻ ചെയ്ത് ചെറുതായി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു ബിരിയാണി പോട്ടിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കർ തുറന്നപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്താണ് ഞാനിവിടെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കര പാനി ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല മധുരമുള്ള ചക്ക ആയിരുന്നു കേട്ടോ. ഇനി ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കാം. ഇതിനു മുൻപ് ഞാൻ ചക്ക വരട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ചക്ക മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചിരുന്നത്. ഇത് ഞാൻ കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ. അതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം. പക്ഷേ കുക്കറിൽ വേവിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അത് നല്ലോണം എന്നിട്ട് തന്നെ നല്ലോണം പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കുറേ നേരം ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ, എന്നാലേ ഈ പരുവത്തിൽ കിട്ടുള്ളൂ. നമ്മൾ വീഡിയോക്ക് വേണ്ടി വേഗം കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എത്രയോ മണിക്കൂർ, കാരണം ഞാനത് ഒരു 11:30 മണിയൊക്കെ ആകുമ്പോൾ വെച്ചിട്ട് 3:30 മണിയൊക്കെ ആയിട്ട് നമ്മളെ ചക്ക വരട്ടിയത് റെഡിയാവാൻ. ചക്ക വരട്ടിയെടുക്കുന്ന സമയത്ത് നല്ലോണം നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചാൽ മാത്രമേ ഇതുപോലെ റെഡിയായി കിട്ടുള്ളൂ. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ വരട്ടിയെടുത്തത്. അതാണ് ഒരു കളറ് ഇല്ലാത്തതും പിന്നെ ഒന്ന് കറുത്തതും ആയത്. ഇത് ഇന്നലെ രാത്രി എൻ്റെ മോന് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. മൂത്ത മോൻ വന്നു. ഇനി നാളെ ഒരു ഇരട്ടയിലത്തെ ഒരു മോനും കുട്ടികളും കൂടി എത്തും രാത്രി. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.